Shall we start the class? Class start ചെയ്യാം. Yes, okay. All stand up. All stand up. Umar Abelsindo, stand up. Sit down. Sit down. Stand up. ഉമർ എഴുന്നേറ്റ് മോനെ. സ്റ്റാൻഡ് അപ്പ് പറയുമ്പോ എഴുന്നേക്കണ്ടേ? ആ. ഹാൻഡ്സ് അപ്പ്. ഹാൻഡ്സ് ഡൗൺ. ഓക്കെ, സിറ്റ് ഡൗൺ. എന്റെ അൻവിത എന്റെ മക്കൾ ഇരുന്നേ. ഓക്കെ, ദെൻ നമുക്കിനി മിസ് പേജ് നമ്പർ നോക്കട്ടെ, എത്രാമത്തെ പേജ് ആണെന്ന്. Okay, in the last class we completed page number 33. Then you can take page number 34. Page number 34. Take the page number 34. അങ്ങനെ പറഞ്ഞാൽ എന്താ? Take the page number 34 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 34 പേജ് എടുക്കാം. പേജ് നമ്പർ 34 എടുത്തല്ലേ? അതല്ലേ നമുക്ക് ഇന്ന് ചെയ്യേണ്ടത്? കണ്ടോ? Can you see this? Can you see this? Umare, where is the textbook, Umar? Okay. Circle the letter with which the picture name begins. Okay. And the question ഇവിടെ circle the letter with which the picture name begins. Okay. ഇവിടെ കുറച്ച് pictures കാണുന്നുണ്ട് നിങ്ങൾ. Can you see those pictures? Abelsindo? Do not talk with others. Okay. Listen here. ഇവിടെ കുറച്ച് pictures കാണുന്നുണ്ട് അല്ലേ? അപ്പൊ ഈ കാണുന്ന പിക്ചേഴ്സിന്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണോ അതിന് സർക്കിൾ ചെയ്യാം. ഏത് ലെറ്ററിലാണോ ആ പിക്ചർ ബിഗിൻ ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ ലെറ്റർ സർക്കിൾ ചെയ്യാം. ഓക്കെ നിതാഷ? ഡോണ്ട് ടോക്ക്, ലിസൺ ഹിയർ. ഫസ്റ്റ് വൺ, വാട്ട് ഇസ് ദിസ്? ദിസ് ഇസ് എ ഗോട്ട്. ഓക്കെ, G for goat എന്നല്ലേ നമ്മൾ പഠിച്ചത്. ദെൻ ഇവിടെ G സർക്കിൾ ചെയ്തിട്ടുണ്ടല്ലേ ഓൾറെഡി. ഇത് നമുക്ക് വേണ്ടിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ G for goat ആയതുകൊണ്ടാണ് അല്ലേ, ഫസ്റ്റ് ലെറ്റർ G ആയതുകൊണ്ടാണ് ഇവിടെ G സർക്കിൾ ചെയ്തത്. G for goat. Okay, G for goat. And another one, what is this? ഇതെന്താടോ? ഇതെന്താ നമ്മൾ പഠിച്ചത്? ഞാൻ എല്ലാവരും അൺമ്യൂട്ട് ചെയ്യാലോ. പറഞ്ഞേ, what is this? മറിച്ച് നോക്കിയേ, എച്ച് എടുത്തേ. ഇതെന്താന്നാ പഠിച്ചത്? ഹട്ട് ആണല്ലേ? H for hut. ആ, അപ്പൊ H അല്ലേ സർക്കിൾ ചെയ്യേണ്ടത് അവിടെ? H ഉണ്ടോ അതില്? H ഉണ്ടോ അതില്? Which letter is this one? ഇത് ഏത് ലെറ്റർ ആണോ? B ആണല്ലേ? ഏത് ലെറ്റർ ആണ്? ആ, അപ്പൊ സെക്കൻഡ് വൺ ഏതാണ്? H for hut. So circle the second one H. രണ്ടാമത്തെ H സർക്കിൾ ചെയ്യാം. രണ്ടാമത്തെ H സർക്കിൾ ചെയ്ത് എല്ലാവരും. അപ്പൊ G for goat, H for hut. ഇനി another one നോക്കാം. What is this? In the picture? This is an ice cream. Dash for ice cream. ഏത് ലെറ്റർ ആണ് അവിടെ? പറഞ്ഞേ. I for ice cream എന്നല്ലേ നമ്മൾ പഠിച്ചത്? I for ice cream. So circle I. I circle എന്ന് വെച്ചാൽ വട്ടം വരച്ചവിടെ എന്റെ മക്കള്. I for ice cream. I for ice cream. ഇങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻ വരിക കേട്ടാ. I for ice cream. Circle the first one. First one അല്ലേ I അല്ലേ? I for ice cream. I for goat, H for hut, and here I for ice cream.
I for ice cream. Okay. Then another one. What is this? ഇതേതാ animal ആണ്? Horse ആണല്ലേ? Dash for horse. എങ്ങനെയാ പഠിച്ചത്? H for horse എന്നല്ലേ നമ്മൾ പഠിച്ചത്? So H ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? ഹോഴ്സ് എന്ന് പറയുന്ന വേർഡ് എന്ന ആനിമലിന്റെ അല്ലേ? ആ വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് ലെറ്ററിലാണ്? എച്ച് ലാണ്. സോ സർക്കിൾ എച്ച്. എച്ച് സർക്കിൾ ചെയ്തേ. H for horse. Okay. H for horse. G for goat. H for hunt. And I for ice cream. H for horse. And another one. Igloo. അത് എങ്ങനെ പഠിച്ചത് നമ്മള്? I for എന്നല്ലേ പഠിച്ചത്? I for igloo. Okay. Circle I here. വട്ടമിട്ട. ആ നോക്കിയേ. I for igloo. I for ice cream. And here I for igloo. Okay. Have you finished? കഴിഞ്ഞോ എന്റെ മക്കള്? ചെയ്ത് കഴിഞ്ഞോ? എങ്ങനെയാ പറയാൻ പറഞ്ഞത്? ടീച്ചർ എഴുതി കഴിഞ്ഞാൽ എങ്ങനെയാ വട്ടമിട്ടു എന്നൊന്നും പറയരുത്. എങ്ങനെയാ പറയേണ്ടത്? ടീച്ചർ ഐ ഫിനിഷ്. Like that. പറഞ്ഞതുപോലെ ടീച്ചർ ഐ ഫിനിഷ്. വെരി ഗുഡ്. ഇതെന്താണോ? ഇതെന്തിന്റെ പിക്ചർ ആണ് കാണാൻ പറ്റുന്നത് മക്കൾക്ക്? ഡോൾ ആണല്ലേ? D for doll. So circle D. D circle ചെയ്തേ. Circle ചെയ്തേ D. ഫാത്തിമ മെഹൻ കംപ്ലീറ്റ് ചെയ്താ? ഗുഡാണ്. ഓക്കെ. എന്തെല്ലാം പഠിച്ചു നമ്മളിപ്പോ? G for goat. H for hut. I for ice cream. H for horse. I for igloo. And last D for doll. Okay. D for doll. എത്ര വേർഡ്സ് പഠിച്ചു ഇപ്പോ? 6 വേർഡ്സ് പഠിച്ചു അല്ലേ? 1 2 3 പഠിച്ചു അല്ലേ? അപ്പൊ 6 പറഞ്ഞാ 6 എത്രയാ? 6 എത്രയാടോ? 1 2 3 4 5 6. 6 ആണല്ലേ? 6 വേർഡ്സ് പഠിച്ചു നമ്മളിപ്പോ. ഏതൊക്കെയാ? G for goat. H for I for ice cream. H for horse. I for igloo. And D for doll. D for doll. Okay. D for goat. H for hut. I for ice cream. H for horse. I for igloo. And D for doll. Okay. Okay, here Anvita started crying. What happened, my dear? എന്ത് വെച്ച എന്റെ മോക്ക്? പറഞ്ഞ മിസ്സിനോട് അമ്മ തല്ലിയ? എന്തിനാ കരയുന്ന എന്റെ മോള്? ആരും അറിയുന്നില്ല. അൻവിത എന്തിനാ കരയുന്നത്? വേഗം. നമ്മള് അൻവിതയാണ് കാത്തു നിൽക്കുന്നത് ഇവിടെ. എന്തു പറ്റി? കേൾക്കുന്നില്ല മിസ്. എന്താ പറയുന്നത്? അമ്മ തല്ലിയ? മിസ് വരുന്നുണ്ടല്ലോ അമ്മേനെ കാണാൻ വേണ്ടിട്ട്. വരുന്നുണ്ടേ. എന്താണ് ചേച്ചി പറയുന്നത്? കേൾക്കുന്നില്ല അൻവിത പറയുന്നത്. മിസ് വിളിക്കുന്നുണ്ടല്ലോ ഇന്ന് അമ്മേനെ.
ഓക്കെ, നല്ല മോളായിട്ട് ഇരുന്ന ക്ലാസ്സിലെ. അപ്പൊ നമ്മൾ റിവിഷൻ പോകുന്നത് എവിടെ വരെ എത്തി? ABCD വരെ നമ്മൾ റിവിഷൻ പോയി അല്ലേ? ഒന്നുകൂടി പറഞ്ഞു, നമ്മുടെ അഭിനവ് ഇന്ന് ക്ലാസ്സിൽ ഇല്ല അല്ലേ? അപ്പൊ ABCD ആയി. നെക്സ്റ്റ് E. ഓക്കെ, E എഴുതി കാണിച്ചേ മിസ്സിന്റെ സ്ലൈഡില്. E എഴുതി കാണിച്ചേ. Okay, E. Write capital letter E and small letter E also. Ishani, small letter E കൂടി എഴുതി കാണിച്ചേ മിസ്സിനെ. E വലുതായിട്ട് എഴുതണേ, മിസ്സിന് കാണില്ല. Okay, very good. ഇവിടെ ഇരിക്കേ, ഇവിടെ ഇരിക്കേ. വലുതായിട്ട് എഴുതി മിസ്സിനെ കാണാം. അയ്യോ, capital small letter. E. Okay, this is capital letter E. And this is small letter E. Okay, capital letter E and small letter E. സ്ലൈറ്റ് നിറയെ എഴുതി കാണിച്ച മിസ്സിനെ. നോക്കട്ടെ ആരാ ഫസ്റ്റ് എഴുതുന്നേ. ഇന്ന് അൻവിത തന്നെയാണ് ഫസ്റ്റ്. This is capital letter E and this one is small letter E. Which are the words we studied with E? ഏതൊക്കെ വേർഡ്സ് നമ്മൾ പഠിച്ചത് ഈ വെച്ചിട്ട്? E for egg. ഏബിൾസിന്റെ എന്തോ വരയ്ക്കുന്നുണ്ട് ബോർഡിലെ. മിസ്സിന് ഇവിടെ ഇപ്പൊ എല്ലാം കാണാം ആരാണ് വരയ്ക്കുന്നതെന്നൊക്കെ കേട്ടാ. So don't draw anything on the board, okay? Use your slate only. Okay, show me your slate. Show me your slate. ആദിശ്രീ നിറയെ എഴുതണേ, ഒരു E മാത്രം പോരാ, നിറയെ എഴുതിയേ. ഒരു സൈഡില് ലെറ്റർ E എഴുതുക, ഒരു സൈഡിൽ ഓപ്പോസിറ്റ് സൈഡില് സ്മോൾ ലെറ്റർ E എഴുതുക. Okay, E for egg, E for elephant and E for eraser. 3 വേർഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ കളർ ചെയ്തിട്ടുണ്ടോ? ഇവിടെ എക്സിന് കളർ ചെയ്തിട്ടുണ്ടെങ്കിൽ മിസ്സിനെ ഒന്ന് കാണിച്ചു തന്നെ. ഷോ മി യുവർ ടെക്സ്റ്റ് ബുക്ക്. ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, വെരി ഗുഡ്. റൈറ്റ് ക്യാപിറ്റൽ ലെറ്റർ E and small letter E. ഓക്കെ ഷാനി, സ്ലേറ്റ് എഴുതി കാണിച്ചേ മിസ്സിനെ. കാണുന്നുണ്ട് മിസ് എല്ലാവരുടെ ടെക്സ്റ്റ്? ഓക്കെ, സ്ലേറ്റിൽ എഴുതി കാണിച്ചേ. ആദിഷ് എന്താ എഴുതാത്തത്? കഴിഞ്ഞോ? മേക്ക് ഇറ്റ് ഫാസ്റ്റ്. സ്പീഡിൽ എഴുതിയേ. ഷിഫാന ക്യാപിറ്റൽ ലെറ്റർ E എഴുതിയേ. ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് സ്മോൾ ലെറ്റർ E. ഒരു സൈഡിൽ ക്യാപിറ്റൽ ലെറ്റർ E മാത്രം എഴുതുക, ഓപ്പോസിറ്റ് സൈഡിൽ സ്മോൾ ലെറ്റർ E മാത്രം എഴുതുക. നോക്കട്ടെ ആരാ ഫസ്റ്റ് കഴിയുന്നേന്ന്. അറ്റുമണിക്കേ കുഞ്ഞെ, ഒറ്റ എഴുത്. എഴുതല്ലേ? ഒട്ടും വേണ്ട. ഓക്കെ,
എഴുതാം. ഇവിടെ എഴുതിയില്ല. ഹാവ് യു ഫിനിഷ്ഡ്? കഴിഞ്ഞോ? എന്റെ മക്കൾ എഴുതി കഴിഞ്ഞോ? സ്ലേറ്റ്. ഫാത്തിമ മെഹറിൻ മടിച്ചു കുട്ടിയാണോ? ഈ പകുതി എഴുതിയിട്ടുള്ളൂ സ്ലേറ്റിന്റെ ഭാഗത്ത്. എഴുതിയേ, മുഴുവൻ എഴുതിയേ എന്റെ മോള്? മറുഭാഗത്ത് എഴുതാൻ പറഞ്ഞേ. ഈ അൻവിത സ്ലേറ്റ് കണ്ടോ മിസ്? സ്ലേറ്റ് അൻവിത ഇവിടെ എഴുത്. അങ്ങനെ വരയ്ക്കണ്ട. സ്ലേറ്റ് എവിടെ? എന്താണ്? ഓക്കെ, ജി ആണ് അവിടെ വന്നിട്ടുള്ളത് അല്ലേ? ഡി ഇല്ല. ഓക്കെ, താങ്ക്സ്. ഓക്കെ, ജി ഫോർ ഗേൾ തന്നെയാണ്. വെരി ഗുഡ്, താങ്ക്സ്. അപ്പോ പേജ് നമ്പർ 34 എടുത്ത എല്ലാവരും. 34 ലാസ്റ്റ് വൺ ഡോള് പോലെ ഉണ്ടല്ലോ. അപ്പൊ നമ്മള് ഗേൾ ആണ് പഠിച്ചത്. എന്റെ മോക്ക് പിക്ചർ ഓർമ്മയുണ്ടാ? അപ്പൊ അവിടെ ജി ഫോർ ഗേൾ ആണിത്. സോ ജി സർക്കിൾ ചെയ്യുക. ജി ആണ് ഇവിടെ സർക്കിൾ ചെയ്യേണ്ടത്. ജി ഫോർ ഗേൾ ആണ്. ജി ഫോർ ഗേൾ. സർക്കിൾ ജി. ദാറ്റ് ഈസ് ജി ഫോർ ഗേൾ. ഗേൾ നമ്മൾ പഠിച്ചത് ഏതാണെന്ന് നോക്കട്ടെ. സോറി, ഡോള്. നമ്മൾ ഈ ഡോളാണല്ലോ പഠിച്ചത്. ഓക്കെ, മറ്റേ പിക്ചർ തന്നെയാണ് അവിടെ ഉള്ളത്. സോ സർക്കിൾ ജി. സർക്കിൾ ജി. ജി ഫോർ ഗേൾ. ഓക്കെ, ജി ഫോർ ഗേൾ. ജി ഫോർ ഗേൾ. മാറ്റിയല്ലോ. ഓക്കെ, സ്പീഡിൽ എഴുതിയേ. പകുതി എഴുതി മതിയാക്കി മടിച്ചുക്കുമ്പേ. നല്ല മോളല്ലേ? അവിടെ വരെ ചെയ്യണം. Show me your slate. Show me your slate. ഏഡൻ ജെ മാത്യുവിന്റെ സ്ലേറ്റ് കാണിച്ചേ മിസ്സിനെ. കാണിച്ചേ സ്ലേറ്റ്. എഴുതാൻ പറ്റത്തില്ല. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഏതൊക്കെ വേർഡ്സ് ആണ് നമ്മൾ പഠിച്ചത്? ഏതൊക്കെ വേർഡ്സാ പഠിച്ചേ? ഇ ഫോർ എഗ് അല്ലേ? ഇ ഫോർ എഗ്. പിന്നെയോ? പിന്നെ ഏതാ വേർഡ്സ് പഠിച്ചേ? എലിഫന്റ്. ആനയാണ് അല്ലേ? എലിഫന്റ്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ ഇറേസർ. ഓക്കെ, ഇറേസർ. മടുത്തു ആദിശ്രീ ഇരുന്ന് എഴുതിയിട്ട്. നടുനീർക്കാണോ ആദിശ്രീ? Okay, look at here. What is this? ഇതെന്താ? എന്താന്ന് പറഞ്ഞു കൊടുക്ക്. Egg ആണ് അല്ലേ? And next one, what is this? Elephant. Okay, and last one? Eraser. എല്ലാവർക്കും തനിയെ ഇപ്പോ അൺമ്യൂട്ട് ചെയ്യാം. എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. മിസ്സിന്റെ കൂടെ എല്ലാവരും പറയുന്ന പോലെ പറഞ്ഞേ. എന്താണ് പറഞ്ഞേ ഷാനി? ഈ വെച്ചിട്ടുള്ള വേർഡ്സ് ഒന്ന് പറഞ്ഞേ. എല്ലാവരും മ്യൂട്ട് ചെയ്യട്ടെ.
ഓക്കെ പറഞ്ഞോ. E for elephant. ഉം. E for egg. E for elephant. E for eraser. ഓക്കെ ഇറേസർ എന്ന് പറഞ്ഞാൽ എന്താ ഷാനി? കുട്ടി മുൻപേ Rubber. റബ്ബർ ആണല്ലേ. ഓക്കെ എഗ് പറഞ്ഞാൽ എന്താ? എഗ് നോക്കാതെ പറഞ്ഞേ. Motta. ആ Motta. എലഫന്റ് എന്ന് പറഞ്ഞാലോ? Ana. ഓക്കെ നെക്സ്റ്റ് നിതാഷ. നിതാഷക്ക് എന്താ ഇന്നൊരു വെപ്രാളി നിതാഷ? ഓക്കെ ഏതൊക്കെ വേർഡ്സാ പഠിച്ചത് നമ്മള്? എന്റെ മോള് പറഞ്ഞേ. E for ആ here. E for ആ elephant. Eraser. ഓക്കെ നെക്സ്റ്റ് ടേബിൾസ് ഉണ്ടോ? E for elephant. A for egg. E for elephant. A for eraser. E for eraser. ഓക്കെ നെക്സ്റ്റ് അൻവിത. E for egg. E for elephant. E for eraser. ഓക്കെ ഷിഫാന. കൊറേ നാളല്ലോ ഷിഫാനെ കണ്ടിട്ട്. എന്ത് പറ്റി? ഓക്കെ നെക്സ്റ്റ് ആദിഷ്. നോക്കി പറഞ്ഞോക്ക്. Egg. Elephant. Eraser. ഇറേസർ പറഞ്ഞേ. Egg. Elephant. Eraser. ഇറേസർ. ഓക്കെ ഏഡൻ ജെ മാത്യു മോനെ എലിഫന്റ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് യു മീൻ ബൈ എലിഫന്റ്? Elephant. Ana. ആണ്. Ana. പൊന്നുമോനാണ് പറഞ്ഞേ. E for E for egg. E for egg. Elephant. E for eraser. ഓക്കെ നെക്സ്റ്റ് ഫാത്തിമ സിദ്ദിഖ്. E for egg. E for elephant. E for eraser. ഓക്കെ ഷഹലെ പൊന്നുമോൻ പറഞ്ഞേ. Elephant. ഓക്കെ നെക്സ്റ്റ് ഫാത്തിമ മെഹറിൻ. E for egg. E for elephant. E for eraser. ഓക്കെ വെരി ഗുഡ്. ആദിശ്രീ. റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ട് തോന്നുന്നു മോളെ. പറഞ്ഞോ. ഷനി ഷാനുവാ പറഞ്ഞേ. അതിശ്രീ. Elephant. Eraser. ഓക്കെ നിനക്ക് ഷാനി ഷാനുവിനെ ഇഷ്ടാണോ? ഇഷ്ടാണോ? ഓക്കെ നിന്റെ ഫ്രണ്ടാണോ? ഓക്കെ നെക്സ്റ്റ് ഉമർ പറഞ്ഞേ. എന്റെ പൊന്ന് പറഞ്ഞേ. ഓക്കെ നിങ്ങൾക്ക് ഇവിടെ ഫ്രണ്ട്സ് ഉണ്ടോ? എല്ലാവർക്കും ഫ്രണ്ട്സ് ഉണ്ടോ ഇവിടെ? ഉണ്ടോ?
എല്ലാവർക്കും ഫ്രണ്ട്സ് ഉണ്ടോ? ഫ്രണ്ട്സ് ഉള്ളവർ എത്ര പേരുണ്ട്? എത്ര പേർക്ക് ഫ്രണ്ട്സ് ഉണ്ട് നോക്കട്ടെ. ഫ്രണ്ട്സ് ഉണ്ടാ? എത്ര പേർക്ക് ഉണ്ട് ഫ്രണ്ട്സ്? ഫാത്തിമ സിദ്ദിഖിന് ഏജൻസി മാറ്റിന് ഫ്രണ്ട്സ് ഇല്ല? ആദിഷ്ണും നിതാഷൊക്കെ ഒന്നും ഇല്ലേ? ഫാത്തിമ മെഹറിനില്ലേ? ഇല്ലേ? എന്റെ പൊന്നിന് ഫ്രണ്ട് ഇല്ലേ? ആരാ ഫ്രണ്ട് ഫാത്തിമന്റെ? അമ്മയാ? നിന്റെ ഫ്രണ്ട് എന്നെ കൂട്ടു ഒരു ഫ്രണ്ടായിട്ട്? കൊറേ ഫ്രണ്ട്സ് ഉണ്ടാ? അപ്പൊ പിന്നെ എന്നെ വേണ്ട അല്ലേ? വേണ? ഓക്കെ. പിന്നെ എന്താ വേണ്ടത്? ഇനി നമുക്ക് 10 മിനിറ്റ് ആണുള്ളത്, 9 മിനിറ്റ് ആണുള്ളത്. അതില് നെക്സ്റ്റ് ലെറ്റർ റിവിഷൻ നോക്കിക്കഴിഞ്ഞാൽ തീരില്ല. അപ്പൊ എന്താ വേണ്ടേ? എന്ത് വേണം ഈ 10 മിനിറ്റ്? ഒന്നും വേണ്ടേ? ഒന്നും വേണ്ട? ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാം എല്ലാവരെയും. പാട്ട് പാടുക വേണ്ടത്? നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് പാട്ടും കഥയെല്ലാം പഠിച്ചിട്ട് വരാമേ, എന്റെ മക്കൾക്ക് പറഞ്ഞു തരാൻ. കേട്ടാ? ഇന്നെന്താ വേണ്ടേ? ഇന്ന് നമുക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ പേര് കേൾക്കട്ടെ മിസ്. അൻവിതന്റെ ഫ്രണ്ട് ആരാ? അൻവിത ഇഷാനിയാ? എല്ലാവർക്കും ഫ്രണ്ട് ഇഷാനിയാ. ഇഷാനിയുടെ ഫ്രണ്ട് ആരാ? അൻവിതയാണാ? ആഹാ. ഇനി ഷഹലിന്റെ ഫ്രണ്ട് ആരാ? ഷഹല് ഇവിടെ ഇല്ലാത്ത ആളാണല്ലേ? ആരാ? മിസ് കേട്ടില്ല. പാട്ട് പാടില്ല. ഇപ്പൊ ആരെയാ മിസ്സിന് ഒരു പാട്ട് പാടി തരുന്നത്? Who is ready to sing a song? ഉമർ പാടി തരും പോലും. എല്ലാവരും മിണ്ടാതെ കേക്കണേ. നീ പാടിട്ടാണോ? ഉമറേ പാടുമോനെ. മിസ്സിന് കേൾക്കുന്നില്ല. ആരാ പാടിത്തരുക? സൗണ്ടിൽ ആരാ പാടുക? ഞാൻ ഏതാ ചൂസ് ചെയ്യുന്നത്? എല്ലാരും പാടുകയാണ്. നിങ്ങൾ ഏതാ ചൂസ് ചെയ്യുന്നത്? നമുക്ക് പാട്ടൊക്കെ പാടാം, പാട്ടും കഥയൊക്കെ പാടാം. ഓക്കെ, വെരി ഗുഡ്. എല്ലാരും റൈമെല്ലാം പഠിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ പിന്നെ നമുക്ക് ക്ലാസ് ഇന്ന് വൈൻഡപ്പ് ചെയ്താലോ? ക്ലാസ് yes, okay, bye.
മക്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? Thank you, Miss. Thank you, Miss. Bye. Thank you, Miss. വെൽക്കം. Thank you. ആ താങ്ക് യു പറഞ്ഞു കഴിഞ്ഞാൽ പറയേണ്ടത് യു ആർ വെൽക്കം എന്ന് പറയണം അല്ലേ? ഞാനിപ്പോ നിങ്ങളോട് താങ്ക് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം? താങ്ക് യു പറഞ്ഞു കഴിഞ്ഞാല് വെൽക്കം എന്ന് പറയണം അല്ലേ? വെൽക്കം. ഓക്കെ ബൈ. ടാറ്റാ. എന്താ പരിപാടി എന്റെ മക്കൾക്ക്? ക്ലാസ് കഴിഞ്ഞിട്ട് എന്താ പരിപാടി? ഉറക്കാണോ? എല്ലാരും ഉറങ്ങാൻ പോയിക്കോ. ഇല്ലേ? ഓക്കെ.